അണ്ടർ 19 വനിതാ T20 ലോകകപ്പിൽ തുടരെ രണ്ടാം വട്ടവും ഇന്ത്യ ഫൈനലിൽ എത്തിയിരിക്കുകയാണ്. നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യ സെമിയിൽ ഇംഗ്ലണ്ട് വനിതാ ടീമിനെ അനായാസം വീഴ്ത്തിയിരിക്കുകയാണ്. 30 പന്തുകൾ ബാക്കി നിൽക്കെ 9 വിക്കറ്റിന്റെ ആധികാരിക വിജയമാണ് ഇന്ത്യൻ വനിതാ ടീം സ്വന്തമാക്കിയത്. അപരാജിതമായാണ് ഇന്ത്യ ഫൈനലിലേക്ക് കുതിച്ചെത്തിയത്. കലാശ പോരാട്ടത്തിൽ ദക്ഷിണാഫ്രിക്ക അണ്ടർ 20 ടീമാണ് ഇന്ത്യയുടെ എതിരാളികൾ. ഓസ്ട്രേലിയയെ വീഴ്ത്തിയാണ് ദക്ഷിണാഫ്രിക്ക ഫൈനൽ ഉറപ്പിച്ചത്. ടൂർണമെന്റിൽ ഒരു കളിയും തോൽക്കാതെയാണ് ദക്ഷിണാഫ്രിക്കയും വരുന്നത്. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക കിരീട പോരാട്ടം ഫെബ്രുവരി 2 ഞായറാഴ്ച അരങ്ങേറും. ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് നിശ്ചിത ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 113 റൺസ് എടുത്തു. വിജയം തേടിയിറങ്ങിയ ഇന്ത്യ 15 ഓവറിൽ 1 വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ 117 റൺസ് എടുത്താണ് വിജയവും ഫൈനൽ ബർത്തും ഉറപ്പിച്ചത്. ഓപ്പണർ ജി കമാലിനി അർദ്ധ സെഞ്ചുറിയുമായി പുറത്താകാതെ നിന്നിരുന്നു. താരം 50 പന്തിൽ 8 ഫോറുകൾ സഹിതം 56 റൺസ് അടിച്ചെടുത്തു. ടൂർണമെന്റിൽ മിന്നും ഫോമിൽ ബാറ്റ് ചെയ്യുന്ന സഹ ഓപ്പണർ ഗോംഗഡി ത്രിഷ 29 പന്തിൽ 5 ഫോറുകൾ സഹിതം 35 റൺസുമായി മടങ്ങി. താരത്തിന്റെ വിക്കറ്റ് മാത്രമാണ് ഇന്ത്യക്ക് നഷ്ടമായത്. ഓപ്പണിംഗിൽ ഇരുവരും ചേർന്ന് 60 റൺസിന്റെ കൂട്ടുകെട്ട് ഉയർത്തിയാണ് പിരിഞ്ഞത്. പിന്നീട് ക്രീസിലെത്തിയ സനിക ചൽക്കെ കൂടുതൽ നഷ്ടങ്ങളില്ലാതെ കമാലിനിക്കൊപ്പം നിന്ന് ടീമിനെ ജയത്തിലേക്ക് എത്തിച്ചു. താരം 11 റൺസ് എടുത്തു. നേരത്തെ 3 വീതം വിക്കറ്റുകൾ വീഴ്ത്തിയ പരുണിക സിസോദിയ, വൈഷ്ണവി ശർമ്മ എന്നിവരുടെ മിന്നും ബൗളിംഗ് ആണ് ഇംഗ്ലണ്ടിനെ വെട്ടിലാക്കിയത്. ആയുഷി ശുക്ല 2 വിക്കറ്റ് എടുത്തു. 45 റൺസ് എടുത്ത ഡാവിന പെറിൻ, 30 റൺസ് എടുത്ത ക്യാപ്റ്റൻ അബി നോർഗോവെ എന്നിവർ മാത്രമാണ് ഇംഗ്ലീഷ് നിരയിൽ പിടിച്ചു നിന്നത്. പുറത്താകാതെ 14 റൺസ് എടുത്ത അമോ കുരൻ സുകുമാറാണ് 2 അക്കം കടന്ന മറ്റൊരു ഇംഗ്ലണ്ട് താരം.